നമസ്കാരം. ഇതിന്റെ ഇത്ര പൊക്കമില്ലാത്തൊരു നിലവിളക്ക് കഴിഞ്ഞ 30-40 വർഷം കൊണ്ട് കോർപ്പറേഷനിൽ വാടകയ്ക്ക് എടുക്കുന്ന വിളക്കിന് 6000 രൂപയാണ് വാടക. ഈ വിളക്കിന് വില ചോദിച്ചു പാറ്റൂർ ആകാശപുരത്തിന് വില ചോദിച്ചാൽ 10,000 രൂപയുള്ളൂ. ഈ വിളക്കിന് 6000, ഒരു പരിപാടിക്ക് 6000 രൂപ. ഒരു ദിവസം 3-4 പരിപാടി കൊണ്ടുവരുന്നുണ്ട്. ഈ വിളക്കിന് നല്ല ഓട്ടമാണ്. 3-4 പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ 18000 രൂപ. ഈ വിളക്കിന് 10000 രൂപയുള്ളൂ. അപ്പൊ നമ്മൾ നടത്തിയ ഒരു പരിപാടിക്ക് പറഞ്ഞു ശരി നമുക്കൊന്ന് എടുക്കാം, ആ വിളക്കിന് 500 രൂപ കൊടുത്തോളൂ. നിങ്ങൾ അവിടെ എല്ലാം കണക്കുണ്ട്. ഇതൊക്കെ നാളെ ആര് വന്നു കഴിഞ്ഞാലും 6000 രൂപയ്ക്ക് എടുത്തതിന്റെ കണക്കോട് 500 രൂപയ്ക്ക് നമ്മൾ എടുത്തതിന്റെ കണക്കുണ്ട്. ഇനി ഒന്നുകൂടി അദ്ദേഹത്തെ വിളിച്ച് നെഗോഷിയേറ്റ് ചെയ്താൽ 350 രൂപയ്ക്ക് കിട്ടും. ഈ ഒരു വർഷം നിങ്ങളുടെ ഒരു കൊട്ടേഷൻ എന്താ 350 രൂപ കിട്ടും. ഇതിനാണ് 6000 രൂപ. ഞാനിത് പറഞ്ഞെന്ന് പറയുന്നതല്ല, ഇത് കൗൺസിൽ ഔദ്യോഗികമായിട്ട് രാധാകൃഷ്ണൻ ചോദിച്ചതാ. ഇത് ഞാൻ പറഞ്ഞൊരു ചെറിയ ഉദാഹരണം. ഇതാണ് കണക്ക് വെച്ചുള്ള കൊള്ള. പച്ചയായിട്ടുള്ള പ്രകടമായിട്ടുള്ള അഴിമതിയാണ്. കഴിഞ്ഞ 40 വർഷമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന അഴിമതിയെ പറ്റിയാണ് ഇപ്പോഴത്തെ മേയർ വി രാജേഷ് പറഞ്ഞത്. ഇത് കുറേ കൂടെ വ്യക്തമാകുന്ന തരത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കോർപ്പറേഷൻ്റെ പല പരിപാടികളും കാണും. നമുക്കറിയാം, കേരളം പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ പലയിടത്തും സർക്കാർ പരിപാടികൾ പോലും നിലവിളക്ക് കൊളുത്തിയാണ് അത് ആരംഭിക്കുന്നത്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. നിലവിളക്കുകൾ വാടകയ്ക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളാണ് എന്ന് കരുതുക. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു നിലവിളക്കുണ്ട്. അതുകൊണ്ട് അതിൻ്റെ വില 10,000 അല്ലെങ്കിൽ പോട്ടെ 20,000 ആണെന്ന് എന്ന് കരുതുക. ഞാനത് ഓരോ ദിവസവും പുറത്തൊക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിന് ഒരു 300 രൂപ അല്ലെങ്കിൽ 350 രൂപ, പരമാവധി 500 രൂപ വെച്ചായിരിക്കും ഞാൻ ഈടാക്കുന്നത്. കാര്യം പുറത്തൊക്കെ, അതായത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പരിപാടിക്കോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്കാണെങ്കിൽ അവർക്കറിയാം ഇതിന് ഇത്രയേ വാടകയുള്ളൂ എന്ന്. എന്നാൽ ഈ കോർപ്പറേഷനിൽ ഇതുപോലെ പരിപാടി നടക്കുമ്പോൾ ഇതിന് ഇടനിലനിൽക്കുന്ന ഒരാൾ കാണും. അതായത് ഇത്തരം കാര്യങ്ങളൊക്കെ സംഘടിപ്പിച്ച് കൊടുക്കുന്ന ആ ആൾ ഞാനും കൂടെ ചേർന്നിട്ട് ഇതിനൊരു വാടക നിശ്ചയിക്കുന്നു. അത് 6000 എന്നാക്കുന്നു. യഥാർത്ഥത്തിൽ എനിക്ക് 350-500 കിട്ടിയാൽ മതി. ഈ ബാക്കിയുള്ള, അതായത് കൂടുതൽ കിട്ടിയ ഈ 5500 രൂപ ഞങ്ങൾ രണ്ടും ഷെയർ ചെയ്യുന്നു. എങ്ങനെയുണ്ട് കച്ചവടം? എനിക്ക് ലാഭം, അയാൾക്ക് ലാഭം. ആരുടെ കാശാണ് പോയത്? ജനങ്ങളുടെ കാശാണ് പോയത്. നികുതി പണമാണ് പോയത്. നമ്മുടെ നികുതി പണമാണ് പോയത്. അവർക്ക് വ്യക്തമായും വരവ് ചെലവ് കണക്ക് അവതരിപ്പിക്കുമ്പോൾ ഇതാ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി ഇത്ര രൂപ കൊടുത്തിട്ടുണ്ട്. ആര് ചോദിക്കാൻ? പണ്ടൊരു കോമൺവെൽത്ത് ഗെയിംസ് ഇവിടെ നടന്നു. സുരേഷ് കൽമാടി എന്ന് പറഞ്ഞൊരു കോൺഗ്രസ്സുകാരനാണ്. അയാൾ ഈ അടുത്ത കാലത്താണ് മരിച്ചു പോയത്. അവിടെ ഈ അത്ലറ്റുകൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഈ കൊച്ചു വില്ലുകളും മറ്റുമൊക്കെ ഒരുപാട് വേണ്ടി വരും. ചിലപ്പം 100 കണക്കിന്, ചിലപ്പം 1000 മുകളിലൊക്കെ വേണ്ടി വരും. അപ്പോൾ അവിടെ ഈ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം വേണമല്ലോ. ടോയ്ലറ്റ് സൗകര്യം ഉൾപ്പെടെ അടുക്കള വരെ വേണം. അപ്പോൾ അവിടത്തേക്ക് ഫ്രിഡ്ജും മറ്റുകളൊക്കെ വാങ്ങണം. അപ്പോൾ അന്ന് എത്രയോ വർഷത്തിന് മുമ്പാണെന്ന് ഓർക്കണം. അന്ന് നല്ലൊരു ഫ്രിഡ്ജ് 10,000 രൂപയ്ക്ക് കിട്ടുമായിരുന്നു എങ്കിൽ, അത് സ്വന്തമായിട്ട് വിലയ്ക്കാണെങ്കിൽ എങ്കിൽ അത് വാടകയ്ക്ക് എടുത്തു. ഒരു ദിവസം ഏതാണ്ട് 3000 രൂപ അങ്ങനെ എന്തോ വെച്ചിട്ടാണ് ആ സമയത്ത് അത് വാടകയ്ക്ക് എടുത്തത്. ഈ ഗെയിംസ് തീരുന്നത് 1-2 ആഴ്ച എടുത്തിട്ടാണ്. 10,000 രൂപ വിലയുള്ള ഫ്രിഡ്ജ് വാടകയ്ക്ക് എടുക്കുന്നത് ദിവസം 3000 വെച്ച് എന്ന് പറയുമ്പോൾ തന്നെ 4 ദിവസം കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ശരിക്കുള്ള വിലയ്ക്ക് മേളിലായി. പിന്നെയും കിടക്കുന്ന ദിവസങ്ങൾ അവർക്കത് വില കൊടുത്ത് മേടിച്ചാൽ പോരെ? ഇപ്പോൾ കോർപ്പറേഷൻ ഒരു മാസം എത്രയോ പരിപാടികൾ നടക്കുന്നു. കോർപ്പറേഷൻ്റെ കാർമ്മികത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ ഉത്തരവാദിത്തത്തിൽ എത്രയോ, ആ പരിധിക്കുള്ളിൽ എത്രയോ പരിപാടികൾ നടക്കുന്നു. എന്തിനാണ് ഈ 6000 രൂപ വെച്ച് ഓരോ തവണയും ഈ നിലവിളക്ക് ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്നത്? കോർപ്പറേഷൻ ഒരെണ്ണം സ്വന്തമായിട്ട് മേടിച്ച് വെച്ചാൽ പോരെ? 10,000 അല്ലെങ്കിൽ 15,000, 20,000, 4 തവണ വാടക കൊടുക്കുന്ന കാശ് മതിയല്ലോ. 4 തവണ എന്ന് പറയുമ്പോൾ തന്നെ 24,000 രൂപയായി. അത്രയും വേണ്ടല്ലോ സ്വന്തമായിട്ട് ഒരെണ്ണം വാങ്ങി വെച്ചാൽ. അപ്പോൾ ഇതെല്ലാം അഴിമതിക്ക് വേണ്ടി ഇവർ ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, പൈപ്പൊക്കെ ചിലപ്പം ചിലയിടത്ത് പൊട്ടാറുണ്ട്. പൊട്ടുമ്പോൾ ഇതിനെപ്പറ്റിയും ഈ വി രാജേഷ് പറയുന്നുണ്ട്. JCB മറ്റുമൊക്കെ കൊണ്ടുവന്നിട്ടാണ് കുഴിക്കുന്നത്. JCB ഒക്കെ കൊണ്ടുവന്ന് കുഴിക്കണമെങ്കിൽ രൂപ എത്ര വേണമെന്ന് ആലോചിച്ച് നോക്കാം. കുഴിച്ചെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷം ഇനി പൊട്ടാതിരിക്കാൻ പെർമനൻ്റായിട്ട് അതിനൊരു സൊല്യൂഷനല്ല അവർ ചെയ്യുന്നത്. ഇത്രയുമൊക്കെ കഷ്ടപ്പെട്ട് പണം മുടക്കി ഇവർ വീണ്ടും കുഴിച്ചെടുത്തിട്ട് താൽക്കാലികമായിട്ട് എന്തെങ്കിലുമൊക്കെ ചുറ്റിക്കെട്ടി വെച്ചിട്ട് അടച്ചു മൂടിയിട്ട് പിന്നെ പോകും. 2 ആഴ്ച കഴിയുമ്പോൾ വീണ്ടും പൊട്ടും. വീണ്ടും ഈ പണി തന്നെ ചെയ്യും. അപ്പോൾ ഓരോ തവണയും ഇതിൻ്റെ അറ്റകുറ്റപ്പണിക്കാന്ന് പറഞ്ഞുകൊണ്ട് കുറേ കാശ് എഴുതി മേടിക്കും. അത് ഇതുപോലെ മറ്റൊരു തട്ടിപ്പാണ്. അങ്ങനെ എന്തൊക്കെ തട്ടിപ്പായിരുന്നു കഴിഞ്ഞ 40 വർഷത്തോളം ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ. ആ കോർപ്പറേഷന് മാത്രമായിരിക്കില്ല, ഇപ്പോൾ അവിടെ BJP കയറിയത് കൊണ്ടാണ് ഇതെങ്കിലും പുറത്തറിഞ്ഞത്. ഇതേപോലെ ഇവിടെ വേറെയും 5 കോർപ്പറേഷനുകളും ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതിനകം തന്നെ എത്ര മാത്രം കോടികളായിരിക്കും ഇവർ ഇത്തരം ഉഡായിപ്പ് കണക്കിലൂടെ തട്ടിയെടുത്തിരിക്കുക എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അപ്പോഴേ മനസ്സിലാവും ഇടതും വലതും കൂടെ പരസ്പരം നമ്മളെയൊക്കെ വട്ടത്തിലും നീളത്തിലുമൊക്കെ ത്രീജിക്കുകയായിരുന്നു എന്ന് പറയേണ്ടി വരുന്നത്.